കറി വെക്കാൻ ഒന്നുമില്ലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. 2 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് 1 മുറി നാരങ്ങയുടെ നീരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കുരുവില്ലേ, അത് അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ജ്യൂസ് മാത്രം മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ ഒട്ടും മൂടില്ല, എന്നാൽ നല്ല വിശപ്പുണ്ട്, എന്നാൽ പച്ചക്കറികളൊന്നും ഇല്ല എങ്കിൽ 2 സവാള കൊണ്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ അങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കുക. നമ്മൾ സ്പൂൺ വെച്ച് എത്ര അങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ചാലും അതിലെല്ലാത്തിലും അങ്ങ് എത്തില്ല കേട്ടോ. ആ പുളിയും പിന്നെ ആ ഉപ്പുമൊക്കെ എല്ലാത്തിടത്തും അങ്ങ് ഒരേപോലെ അങ്ങോട്ട് പിടിക്കട്ടെ. കൈവച്ച് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കുക. പിന്നീട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. നല്ല ചൂടോടെ ഒന്നും ഇട്ട് കളയരുത് മസാല. എന്നിട്ട് ചെറിയൊരു ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ നല്ല ജീരകമില്ലേ അതിട്ട് കൊടുക്കുക, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഈ ഹാഫ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സവാളയുടെ കണക്കാണ് പറഞ്ഞത്. പിന്നെ ഉണങ്ങിയ കറിവേപ്പില അല്ല ഇട്ട് കൊടുക്കേണ്ടത്, പച്ചക്കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ ഉണങ്ങിയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ സവാളക്കൂട്ടിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ എന്താ പറയുക, ലെമൺ റൈസ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഈ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നീട് ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഞാൻ മറന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടി ലാസ്റ്റാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളുടെ നാരങ്ങ നീര് മാത്രം മതി. നാരങ്ങ നീര് മാത്രം ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റാണ് ഞാൻ കായപ്പൊടി ചേർത്തത്, ഞാൻ മറന്നുപോയതാണ്. അല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു സവാള വെച്ചൊരു പിക്കിൾ ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മടി പിടിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ പറഞ്ഞില്ലേ കായപ്പൊടി ഞാൻ ലാസ്റ്റാണ് ഇട്ടത്, ഇടാൻ മറന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ.